പണ്ട് നാട്ടിലാകുന്ന സമയത്തുണ്ടല്ലോ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയില്ലെങ്കിൽ മനസ്സിലൊരു സമാധാനക്കേടായിരുന്നേ. പക്ഷേ ഈ ജർമ്മനി എത്തിയ പിന്നെ നമുക്കിങ്ങനെ എല്ലാ ആഴ്ചയൊന്നും മലയാളം കുർബാന ഉണ്ടാവില്ല കേട്ടോ. എല്ലാ മാസങ്ങളിലും ഒരു ഞായറാഴ്ച മാത്രമേ മലയാളം കുർബാന ഉണ്ടാവുള്ളൂ. ആ ഞായറാഴ്ചകളെല്ലാം ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്കോ അവൾക്കോ ഡ്യൂട്ടി വല്ലതും വരുവാണെങ്കിൽ മാത്രമേ ഒന്ന് ഉഴപ്പാറുള്ളൂ, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പോകാറുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ അങ്ങനെ ഞായറാഴ്ച പള്ളിയിൽ പോകാം കേട്ടോ. വൈകുന്നേരം നടന്ന കുർബാന കൊച്ചും ഞാനും വൈഫൊക്കെ ആയിട്ട് പോവാം കേട്ടോ. അപ്പോൾ നോക്കി നല്ല ചെറിയ മഴയൊക്കെ ആയിരുന്നു. എന്തൊക്കെയാണെങ്കിലും പള്ളി എത്തുമ്പോൾ സന്തോഷമാണ് അല്ലേ. ഒരാഴ്ച ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ കുറേ ഫ്രണ്ട്സിനെ കാണാം. നമ്മൾ കുർബാനയും കൂടി കൂട്ടുകാരെയും കണ്ട് തിരിച്ചു മടങ്ങുമ്പോൾ വല്ലാത്തൊരു മനസ്സിന് സമാധാനമാണ് കേട്ടോ. ഇന്ന് വേദപാഠത്തിൻ്റെ പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന ദിവസമായിരുന്നേ. ബഹുമാനപ്പെട്ട ആൻഡ്രിയാസിനാണ് ഉദ്ഘാടനം ചെയ്തത്. കുർബാനയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം പഠനത്തിൽ മികച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനം കൊടുത്തു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പം നല്ല ചൂട് ചായയും പപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിള്ളേരുടെ മിഷൻ പ്രവർത്തനം നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിപാടിയായിരുന്നേ. ചെറിയ പൈസയ്ക്ക് നല്ല ചൂട് ചായയും പപ്സും കിട്ടി കേട്ടോ. ഈ ചെറിയ ചാറ്റൽ മഴയും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടല്ലോ ഒരു ചൂട് ചായയും പപ്സൊക്കെ കിട്ടുമ്പോണ്ടല്ലോ എന്നെ അടിപൊളി അറിയോ. അതിനുശേഷം പള്ളിയിൽ തന്നെ ഉണ്ടായ ആപ്പിളും മുന്തിരിങ്ങയും ഒക്കെ ആവശ്യക്കാർക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി അച്ഛൻ പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളും കുറച്ച് ആപ്പിളും മുന്തിരിയൊക്കെ എടുത്തുകൊണ്ട് വന്നേ. അതിനുശേഷം കുറച്ചും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോകാം കേട്ടോ. വീണ്ടും ഇനി അടുത്ത മാസം ഒരു ഞായറാഴ്ച ഞങ്ങൾക്ക് ഡ്യൂട്ടി ഒന്നുമില്ലെങ്കിൽ വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയിരുന്നു കേട്ടോ. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.